ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ആരാധകർ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നായിരുന്നു ഈ ക്യാമ്പയിനിലൂടെ ആരാധകർ ആവശ്യപ്പെട്ടിരുന്നത്. ഭൂരിഭാഗം വരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്നലെ അരങ്ങേറിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ കൂടുതൽ ആഞ്ഞടിക്കുന്ന ഒരു ആരാധകരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മൊത്തത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ അഭിമാനമാണ്, അല്ലാതെ നിങ്ങളുടെ ലാഭമല്ല. ആരാധകരാണ് ഈ ക്ലബിനെ ഈ നിലയിൽ എത്തിച്ചത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബ് ഇപ്പോൾ ഒരു ആക്രമണം നേരിടുകയാണ്. ലാഭത്തിന് മുൻഗണന നൽകുന്ന മാനേജ്മെന്റ് തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നത്. മാറ്റം ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ക്ലബിന്റെ ഉടമസ്ഥരിൽ നിന്നും വ്യക്തതയാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട സൈനിങ്ങുകൾ വേണം. എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വേണം. ഉടമസ്ഥർക്ക് ക്ലബിനോട് യാതൊരുവിധ പാഷനും ഇല്ല. അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം എന്നൊക്കെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആരാധകരുടെ പാഷൻ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവുകേട് തുറന്നു കാട്ടേണ്ട സമയമാണ് ഇത്. എത്രയും പെട്ടെന്ന് മാറ്റം അനിവാര്യമാണ്. ഇതാണ് ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സ്റ്റാറയെ പുറത്താക്കിയത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു എന്ന ആരോപണങ്ങൾ ആരാധകർ ഉയർത്തിയിരുന്നു. ഏതായാലും നിലവിൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇതിൽ നിന്നും കരകയറണമെങ്കിൽ, പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.